മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളെ കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ലെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. സ്വന്തം മാതാപിതാക്കളെ വഴിയിലുപേക്ഷിക്കുന്ന മക്കളെ കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ലെന്ന് മുൻ MP TN പ്രതാപൻ പറഞ്ഞു. അഴീക്കോട് 17-18 കോൺഗ്രസ് കമ്മിറ്റികളുടെ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കടപ്പെടേണ്ടത് മാതാപിതാക്കളോടാണ്. അവർ വർത്തമാനകാലത്ത് തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കുടുംബസ്നേഹമുള്ളവരായിരിക്കണമെന്ന് താൻ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വയസ്സാകുമ്പോൾ നമ്മൾ അമ്മയ്ക്കും അച്ഛനും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒക്കെ വേണ്ടത് സ്നേഹമാണ്, സംരക്ഷണമാണ്, കൂടെയുണ്ടെന്ന് ചേർത്ത് നിർത്തലാണ്. അങ്ങനെ ഇല്ലാത്തവർ ഒറ്റ ആളും കോൺഗ്രസിൽ വേണ്ട. ഉമ്മാനെ സ്നേഹിക്കാണ്ട്, ഉമ്മാനെ സംരക്ഷിക്കാണ്ട്, അമ്മേനെ അച്ഛനെ സംരക്ഷിക്കാണ്ട്, മാപ്പേനെ സ്നേഹിക്കാണ്ട് കോൺഗ്രസിൽ വരണ്ട, കോൺഗ്രസിന് കൊടി പിടിക്കണ്ട. ഇവിടെ ആരുണ്ടെങ്കിലും അവർക്ക് ഏറ്റുപോയിക്കോട്ടെ, കോൺഗ്രസിൽ ആവുകയും വേണ്ട. ഇതെന്തുകൊണ്ട് പഠിപ്പിക്കണം എന്നറിയോ? ഈ നമ്മൾ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കോ തലയിൽ വെച്ചാൽ പേനരിക്കോ എന്ന നിലയിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ ഓരോരുത്തരും നോക്കി വളർത്തിയത് നമ്മുടെ അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയാണ്. ഇപ്പൊ ഞാൻ പ്രതാപൻ ഇത്ര വെളുപ്പുണ്ട്. നിങ്ങളൊക്കെ കൂടി സ്നേഹിച്ചും പ്രാർത്ഥിച്ചു. നിങ്ങൾക്കൊന്നും വോട്ട് ചെയ്യാൻ ഭാഗ്യം ഉണ്ടായില്ല. ഒരുപക്ഷെ കൊടുങ്ങല്ലൂർക്കാർ എനിക്ക് വോട്ട് ചെയ്തു, കരിക്കോങ്കൽക്കാർ വോട്ട് ചെയ്തു, ചന്ദ്രാപ്പിനിക്കാർ, ചാമക്കാലക്കാർ, ചേറ്റുമക്കാർ, വാടാനപ്പള്ളിക്കാർ വോട്ട് ചെയ്തു. ഞാൻ ഇന്ത്യയുടെ പാർലമെന്റിൽ വരെ പോയി. കടലിൽ മീൻ പിടിക്കാൻ പോയിരുന്ന ഒരു മീൻ പിടുത്തക്കാരന്റെ മോനെ എന്നെ ഇന്ത്യയുടെ പാർലമെന്റ് വരെ പറഞ്ഞയച്ചത് അച്ഛന്റെയും അമ്മേനെയും സ്നേഹിച്ചത് കൊണ്ടാണ്, അവരെ കുരുത്തം വാങ്ങിയത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരു മോനാണെന്നുള്ള കാര്യം ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും ഒരാൾ വാപ്പേനെ, ഉമ്മേനെ, അച്ഛനെ, അമ്മേനെ സ്നേഹിക്കണില്ലെങ്കിൽ, അവരെ സംരക്ഷിക്കണമെങ്കിൽ എഴുതി വെച്ചോ, പടച്ചോന്റെ ഈശ്വരന്റെ ദൈവത്തിന്റെ കുരുത്തക്കേട് വാങ്ങും. ജീവിതത്തിൽ നിങ്ങൾ അത് രക്ഷപ്പെടൂല. അതുപോലെയാണ് ഇന്ത്യയുടെ അച്ഛൻ, ഇന്ത്യയുടെ വാപ്പ. ഇന്ത്യയുടെ അച്ഛനും ഇന്ത്യയുടെ വാപ്പയാണ് മഹാത്മാഗാന്ധി. എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിയാണ്. ബൈബിളും ഭഗവത്ഗീതയും ഖുർആനും നെഞ്ചി ചേർത്ത് വെച്ചുകൊണ്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും, ക്രിസ്തുദേവന്റെ ജീവിതചര്യയും, ഭഗവാൻ കൃഷ്ണന്റെ ജീവിത മന്ത്രവും ഒക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒന്നിച്ച് നെഞ്ചിൽ ചേർത്ത് വെച്ച് നെറ്റിയിൽ ചന്ദനക്കുറിയിട്ടവരും, നെറ്റിയിൽ നിസ്കാരത്താടുമ്പോഴവരും, കഴുത്തിൽ കുരിശുമാല അണിഞ്ഞവരുടെയും ചോരയുടെ നിറം ഒന്നാണ്, ചുവപ്പാണ്. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PM ലിയാഖത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ സേവനകാലം, ഇന്ത്യൻ പ്രസിഡന്റ് എന്ന കാലം 1 വർഷം മാത്രമാണ് അദ്ദേഹം ആ പ്രസിഡന്റ് സ്ഥാനം തുടർന്നു. അന്ന് സംഘടനാ രീതി അനുസരിച്ച് എല്ലാ വർഷവും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനം ചേരുകയും പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുക്കുകയും ചെയ്യുക പതിവായിരുന്നു. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്തില്ല. പക്ഷെ ആ മഹത്തായ നേതാവിന്റെ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായത് ഇന്ത്യയിലെ ഓരോ ജനതയ്ക്കും അഭിമാനിക്കാവുന്ന ഒരു ദിവസമായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു, മണ്ഡലം പ്രസിഡന്റ് KM സാദത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ PK മുഹമ്മദ്, AK അബ്ദുൽ ഖാദർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് PA കരുണാകരൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് P മുഹമ്മദ്, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KU സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ PK ചന്ദ്രബാബു, KS സ്റ്റാൻലി, ലൈല സേവ്യർ എന്നിവർ പ്രസംഗിച്ചു. നമ്മൾക്ക് മുന്നോട്ട് നമുക്ക് 10 പൈസ മാറ്റിവെക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ പെടാപ്പാട് കേടുകയാണ്. വട്ടിപ്പലിശക്ക് കാശെടുക്കുന്നു, കുടുംബശ്രീയിൽ നിന്നും പണമെടുക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് മൈക്രോ ഫിനാൻസുകളിൽ നിന്നും പണമെടുക്കുന്നു. അത് കൊടുക്കാൻ പറ്റാതെ മൈക്രോ ഫിനാൻസുകാരൻ വീടിന്റെ റായിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന നമ്മൾക്ക് ആലോചിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, ഒട്ടേറെ ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു. പണ്ടൊക്കെ ഒരു പാവപ്പെട്ടവനെ നമുക്ക് കണ്ടെത്താൻ ഒരു പ്രയാസമുണ്ടായിരുന്നില്ല. അവര് വീട് കെട്ടിയിട്ടുണ്ടാവില്ല, ചോർന്നൊലിക്കുന്ന വീടായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുന്നു. ആ ബുദ്ധിമുട്ടിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയിലുമാണ്. NM ഫൈസൽ സ്വാഗതവും PA ഷാനു നന്ദിയും പറഞ്ഞു.
പി കെ അബ്ദുൽ ജബ്ബാർ, പി എസ് നൌഷാദ്, നജ്മ അബ്ദുൽ കരീം, ആരിഫ ഫൈസൽ, സിന്ധു സജീവൻ, എം അബ്ദുൽ കരീം, ടി കെ ഹംസ, കെ എസ് ഉണ്ണികൃഷ്ണൻ, ജയൻ വഞ്ചിപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി.